അല്ലെങ്കിൽ തന്നെ കൈ വേദനയായിട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുക ഞാൻ. അതിന്റെ മേലെ ഇഞ്ചക്ഷൻ വെക്കാൻ സമ്മതിക്കൂല. അതിന് തന്റെ കയ്യിലാരും ഇഞ്ചക്ഷൻ വെക്കാൻ വന്നേ? അപ്പൊ സിസ്റ്റർ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നതല്ലേ? അതൊക്കെ പറയാൻ നിങ്ങളും തിരിഞ്ഞിടണേ. ആ, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഇഞ്ചക്ഷൻ വെക്കില്ല. തിരിഞ്ഞോ മറിഞ്ഞോ ചെരിഞ്ഞോ എങ്ങനെ വേണം കിടക്കണേ. പണ്ടരക്കാലത്ത് മൂത്തോറഞ്ച് എന്ത് കഴിഞ്ഞില്ലേ? എപ്പോഴാ പോണ? ആ ആ, നോക്കി സൂക്ഷിച്ച് ചാരിക്കോ. കൈ നല്ല പച്ചക്കളർ ഓറഞ്ച്. ഓറഞ്ചോ? ആപ്പിൾ കിട്ടിയില്ല? ആപ്പിളിലൊക്കെ നല്ല പൈസ ഉള്ളാടോ. താനിപ്പോ ഓറഞ്ച് തന്നെ. പണ്ടൊക്കെ എന്തെങ്കിലും സൂക്കേട് വന്നു കഴിഞ്ഞാൽ അമ്മ അപ്പം തന്നെ ആപ്പിൾ വാങ്ങിത്തരും. അമ്മ പോയാലേ സൂക്കേടും വന്നില്ല, ആപ്പിളും തിന്നില്ല. അടുത്ത പ്രാവശ്യം കാലക്കൂടി ഇട്ട് അപ്പം വേണമെങ്കിൽ ആപ്പിൾ പിടിച്ചു തരാം. നിങ്ങൾ ആ പെട്ടിലേക്ക് ഇരുന്നോട്ടോ. എന്താ ഇതിന് ഓറഞ്ച് എന്നല്ല കൊടംപുളി എന്നാ പറയല്. പെട്ടെന്ന് മുറി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതാണ് പുളിയോളം മേടിച്ചത്. കഴിച്ചോ? പേടിക്കണ്ട കേട്ടോ. ഇവിടെ എല്ലാ സൂക്കേടും ഇഞ്ചക്ഷൻ എനിക്കും വെച്ചിട്ടുണ്ട്. ഒരു ഉറപ്പ് പിടിക്കണ വേദനയല്ലേ ഉള്ളൂ. സിസ്റ്റർ അത് ഒരുപാട് നേരം എടുക്കും. കുറച്ച് സമയം എടുക്കും. എന്തേ? അത് കുഴപ്പമില്ല. ചേച്ചിയല്ലേ ഇന്നലെ ആ വീട്ടിൽ വെച്ച് രക്ഷപ്പെടുത്തിയ പോലീസുകാർക്ക് പറയായിരുന്നത്? ചേച്ചിയല്ലേ ഇഡ്ഡലി മാവ് കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പാവത്തിയത്? ചേച്ചിയല്ലേ? താങ്ക്സ് ചേച്ചി. എന്തുപറ്റി? മോളാണോ? എന്തുപറ്റി? എന്തുപറ്റി? പേരെന്താ അവിടെ? അതെ, അവള് സംസാരിക്കില്ല, കേൾക്കാനും പറ്റില്ല. എന്താണ് ചേച്ചി നേരത്തെ പറയണ്ടേ? എന്താ പേരെന്താ? അനു. അടിപൊളി പേരാണല്ലോ. എത്രല്ല പഠിക്കണേ? 2ലാ? ആ സൂപ്പർ. അസുഖം മാറൂട്ടാ. ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ദേ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ടാറ്റ. ടാറ്റ ചേച്ചി. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി അവിടെ പോയിട്ട് പഞ്ചാര അടിക്കല്ലേ? പഞ്ചാര അടിക്കാനാ? ഏതാണ് ആ തള്ള? തള്ളേ? പിന്നെ ഒരു കുട്ടിയുള്ള പെണ്ണുങ്ങൾ ഞങ്ങളെ നാട്ടിലൊക്കെ തള്ളാന്നാ വിളിക്കുക. അതൊരു പരിചയക്കാരിയാണ്. ആ പരിചയം പുതുക്കാൻ പറ്റിയ സ്ഥലവും. എനിക്കാണെ വിശന്നിട്ട് വയ്യ. ഓറഞ്ചാ ഇവിടെ ഉണ്ടായാലും? ഓറഞ്ചൊക്കെ അവിടെ അത് ഭയങ്കര പുളിയാ എല്ലാത്തിലും. ആ എങ്ങനെയോ തിന്ന് നിർത്താന്. ഇവിടുത്തെ ക്യാൻറ്റീന് നല്ല കോഴി ബിരിയാണിന്റെ മണം വരുന്നുണ്ട്. വായ കൊണ്ടുവരുമോ? നിനക്ക് വയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യത്തിന് പല്ലിനും വയറിനും ഒരു കുഴപ്പമില്ല. കുഴപ്പം 2 വാങ്ങിക്കോ. ഒന്ന് രാത്രിത്തേക്കും. ബിരിയാണി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. ഒരെണ്ണം കൂടി വാങ്ങിക്കാം. ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും. ചേച്ചി എന്തേ? ഇതിൻ്റെ അകത്ത് ചായ കഴിഞ്ഞ് നീ തന്നെയല്ലേ മുഴുവൻ കുടിച്ചു തീർത്തു? ആ ബിരിയാണിന് മുന്നിൽ ചായ കുടിച്ചിട്ട് ഭയങ്കര സുഖം ഉണ്ടാവുകയാണ്. ഏട്ടാ ചായ ഉണ്ട് രസം കിട്ടും. ആ അവിടെ പിന്നെ വയറിളക്കാണല്ലോ. ചേച്ചി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കലോ? ഞാൻ ക്യാൻറ്റീൻ പോകുന്നുണ്ട് കഴിക്കാൻ. ഏയ് വേണ്ട, ഞങ്ങൾ കഴിച്ചു. ഓ വാവക്ക് എന്തെങ്കിലും വേണോ? കഴിച്ചിട്ടില്ല? എന്ത് അച്ഛനെവിടെ? അച്ഛൻ ഭക്ഷണം കഴിക്കുക. മാമുണ്ണ് വാ നോക്കാം. ആരോടെ ലുട്ടാപ്പിയത്? ഞങ്ങളെ വീടൊന്ന് റെഡിയാൻ വന്നതാ. അല്ല സാറേ, വായ മുളിച്ചൊക്കെ അപ്പൊ പരിശോധിക്കണോ? ആ സദേവാ, എന്തിനാ സാധേ മൊബൈൽ? അല്ല അത് ഉണ്ണി ഈ മൊബൈൽ ഒന്ന് പിടിച്ചേ. നമുക്ക് ചില കൊച്ചുവർത്തനങ്ങളൊക്കെ പറഞ്ഞിരുന്നാ പോലെ. അല്ല സാറേ, അലമാരിയുടെ താക്കോ. അലമാരൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതല്ലേ ഞങ്ങളുടെ പണി. വല്ലാത്തൊരു വലിയ കാറൊക്കെ ആണല്ലോ സാദേവ പുറത്ത്. വൈഫിന്റെ പോയി മാമുണ്ണ് ചെല ആരാ? ഇവിടെ നിന്ന് മാറിയേ. ഇവിടെ സെർച്ച് ചെയ്യണം. ഇതൊന്നും കഴിഞ്ഞോട്ടെ. തൽക്കാലം പറയണത് കേൾക്കൂ.
സാറേ ആ മോനൊക്കെ വല്ലാതെ പേടിച്ചിരിക്കുന്നു. എന്തിനാ പേടിക്കണേ? പൈസ ഉണ്ടെങ്കിൽ എടുക്കാൻ വന്നിരിക്കല്ലേ, നോക്കട്ടെ. ഇവിടെ എന്തും സർ അവിടെ എല്ലാം സെർച്ച് ചെയ്തു. എന്നിട്ട് സർ അവിടെ എങ്ങും ഒന്നുമില്ല. ഏ അവിടെ ഒന്നുമില്ല സർ. ശ്ശേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാർ അവിടൊക്കെ നോക്കി, അവിടെ ഒന്നുമില്ല സാർ. സാർ ഇവിടൊക്കെ നോക്കി, ഇവിടെ ഒന്നും കാണുന്നില്ല. നൈസായിട്ടങ്ങ് ഒതുക്കിയല്ലേ. നമ്മളും പോലീസിലൊക്കെ തന്നെയല്ലേ സാറേ? ശരി, എടുത്തോളാം. എടുക്കണേ. ഹലോ സാറേ, എന്റെ ഫോണത്. അല്ലെങ്കിൽ പോലീസ് സാറിന്റെ വീട്ടിലേക്ക് വരും ഫോണുകളെന്നും പറഞ്ഞ്. ചേച്ചി കഞ്ഞി കൊടുത്ത മയെന്ന് പറഞ്ഞ്. പനിയല്ലേ, കഞ്ഞി കൊടുത്ത മയെന്ന് പറഞ്ഞു. വേണ്ടായിരുന്നു. ചേച്ചിക്കല്ലേ, കൊച്ചിനാ. ശ്ശേ. ഉറങ്ങിയാ? ആ ഉറങ്ങി. എന്താ ചേച്ചി? അല്ല പൈസ. അയ്യോ പൈസ ഒന്നും വേണ്ട ചേച്ചി, കൊച്ചിനുള്ള ഭക്ഷണമല്ലേ. അതല്ല സാരല്ല. ചേച്ചിയുടെ കള്ളനായിട്ട് കാണല്ലേ. ചേച്ചിനെ ഹെൽപ്പ് ചെയ്തല്ലേ, കൊച്ചിനോട് ചേച്ചി. ശരി ചേച്ചി. സിസ്റ്റർ ഈ ഗ്ലൂക്കോസ് മാറ്റാൻ സമയമില്ല. ഇവന് ഭക്ഷണം കുറക്കാനുള്ള മരുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ വിശപ്പ് കുറവാ. അപ്പൊ ആർക്ക്? ഞാൻ അതീ കൂടി കയറ്റി വയറ്റിലോട്ട്. ബിരിയാണിയാണ്. എടോ അതൊന്ന് എടുത്തു വെക്ക്. വാരിത്തട്ടെ വായിലോട്ട്. മുഴുവൻ തീർക്കണ്ട. എടാ, തുറക്ക്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാൽ, ലൈമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, കരിക്കും വെള്ളമോ, അതിനാ വിഷം കലക്കി തരും. കടിക്കോ? ഇത് കഴിഞ്ഞിട്ടൊരു സുലൈമാനി തേക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ആപ്പിള് ആപ്പിള് കഴിച്ചോ? ആ മനോജേ. ആ സാറേ, ഞാൻ പാർക്കിങ്ങിലുണ്ട്. അല്ല സാറും താഴത്തേക്ക് വാ, ഞാൻ ഇപ്പോൾ യൂണിഫോമിലാണ്. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. വേഗം അത്യാവശ്യമാണ്. ആ അപ്പോഴേ ഞാൻ ഇറങ്ങാം. ഒരു ഫ്രണ്ട് കാണാൻ വന്നു, അത്യാവശ്യം ഒഫീഷ്യലാ. ആയിക്കോട്ടെ. താനെന്താ പോലീസ് ജീപ്പ് പോയിട്ടൂടെ? സാറൊന്ന് കയറി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാധാവിൻ്റെ വീട്ടിലൊരു റെയ്ഡ്. റെയ്ഡോ? എന്നിട്ടൊന്നുമില്ല. എന്തായാലും അവർക്ക് ജോർജിൻ്റെ ഹോട്ടലിനെ കുറിച്ച് സംശയമൊന്നുമില്ല. സാറ് കയറി, നമുക്ക് സാധാവിൻ്റെ വീട് വരെ ഒന്ന് പോവാം. ഞാനോ? സാറൊന്ന് കയറി. ഞാനെന്താ കയറി സാറേ. ചേച്ചി ഏയ് ഏയ് അന്നെ തന്നെ ലൈന് വിളിക്കുന്ന. അയ്യോ, എന്താ ചേച്ചി? ഞങ്ങൾ ഡിസ്ചാർജ് ആയി, അപ്പോൾ പോവാന്ന് പറയാൻ വന്നതാ. പനി മാറി 2 ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതി. ഞങ്ങളൊക്കെ അങ്ങനെയാ. ഞാൻ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. ശരി ചേച്ചി. മരുന്ന് മരുന്ന് കഴിക്കണോട്ടോ. ചേച്ചി